Download now. CC Learning app. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു CC റോബോട്ടിക്സ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മാത്സും ഫിസിക്സും ലാംഗ്വേജും ഒക്കെ പോലെ തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. പല കുട്ടികളും ഇപ്പോൾ സ്വന്തമായിട്ട് റോബോട്ടിക്സ് റിലേറ്റഡ് പ്രൊജക്റ്റ് വരെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുത്താൻ സാധ്യതയുള്ളത്, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് ഒന്നാമത്തെ മിസ്റ്റേക്ക് ആണ് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. പല കുട്ടികളും എങ്ങനെയാണ് ആ ഒരു ഐഡിയ കിട്ടുമ്പോൾ തന്നെ ആ കിട്ടിയ ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, വയറിങ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊന്നും പ്ലാൻ ചെയ്യാതെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒന്ന്, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് അങ്ങ് പോകും, സമയം നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും, അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാൻ കാരണമാവും. സോ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവണം. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്യണം, എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണ് വയറിങ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ് കോപ്പി പേസ്റ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളത്. പല കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അവര് ഇന്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് കോഡ് കോപ്പി ചെയ്ത് ആ കോഡ് അതുപോലെ അങ്ങ് റണ്ണ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവര് പഠിക്കുന്നില്ല, എങ്ങനെയാണ് അതിന്റെ ലോജിക് എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് ആ കോഡ് റണ്ണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നില്ല. ശരിക്കും നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, അതിന്റെ കോഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഒരു ലേണിംഗ് പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പൊ നമ്മൾ ആ ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ കോഡ് കോപ്പി ചെയ്യാതെ, ഇനി കോഡ് നമ്മൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. സോ ഇതാണ് ഒരു സെക്കൻഡ് മിസ്റ്റേക്ക് കുട്ടികൾ വരുത്തുന്നത്. അടുത്തതാണ് വയറിംഗ് മിസ്റ്റേക്സ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ വയറിങ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. വയറിംഗ് പ്രോപ്പർ അല്ല, പിന്ന് കണക്ട് ചെയ്തത് ശരിയല്ല, ഗ്രൗണ്ടിങ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ വരുമ്പോൾ ആ പ്രൊജക്റ്റിന് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ പലപ്പോഴും കാണുന്നതാണ് ബിഗിനേഴ്സ് ഇങ്ങനെ വരുമ്പോൾ വയറിംഗ് മിസ്റ്റേക്ക് കൊണ്ട് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാതെ വരുമ്പോൾ അവർ ആ ബ്ലെയിം കോഡിങ്ങിലേക്ക് കൊടുക്കുക എന്നുള്ളത്. കോഡിംഗ് മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ബ്ലെയിം അതിലേക്ക് കോഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും വയറിംഗ് അതുപോലെ ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത് കൃത്യമായിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ വയറിംഗ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, ലൂസ് കോണ്ടാക്ട് ഇല്ല എന്ന് ഉറപ്പാക്കുക, ഷോർട്ട് സർക്യൂട്ട് വരുന്നില്ല, ഷോർട്ട് സർക്യൂട്ട് ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതും എൻഷുർ ചെയ്യണം. അടുത്ത മിസ്റ്റേക്ക് ആണ് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളത്. ബിഗിനേഴ്സ് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ടഫ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഫസ്റ്റ് ചെയ്താൽ എന്ത് പറ്റും, അവർക്ക് ചിലപ്പോൾ ആ ഒരു ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടില്ല, ആ പ്രൊജക്റ്റ് ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സിമ്പിൾ പ്രൊജക്ട്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജ്വലി നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് കുറച്ചും കൂടെ ലെവൽ കൂട്ടി 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 കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അടുത്ത മിസ്റ്റേക്ക് ആണ് ഡീബഗ്ഗിങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മിസ്റ്റേക്ക് വരും. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ പ്രോബ്ലം എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്തത് ഡീബഗ് ചെയ്യാൻ കൂടെ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോഴാണ് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. നമ്മൾ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല, അതെങ്ങനെ ഡീബഗ് ചെയ്യാം, എങ്ങനെ അത് സോൾവ് ചെയ്യാന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. സോ എന്താണ് ഇഷ്യൂ എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ഇഷ്യൂ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവർക്ക് വീണ്ടും വീണ്ടും പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കും അത്. നെക്സ്റ്റ് മിസ്റ്റേക്ക് ആണ് പവർ ഇഷ്യൂ ഇഗ്നോർ ചെയ്യാന്നുള്ളത്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഏത് പ്രൊജക്റ്റ് ആണോ ചെയ്യുന്നത് അതിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടും എല്ലാം അതിൽ കിട്ടുന്നുണ്ടാവണം. പവർ സപ്ലൈ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ഫെയിലിയറിന് കാരണമാവും. സോ പവർ സപ്ലൈ പ്രോപ്പർ ആയിട്ട് ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഇങ്ങനെ വോൾട്ടേജും കറണ്ടും ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടാത്തത് കൊണ്ട് പ്രൊജക്റ്റ് ഫെയിലിയേഴ്സ് വരുന്നത് ബിഗിനേഴ്സിന് കൂടുതലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത മിസ്റ്റേക്ക് ആണ് പേഷ്യൻസ് ഇല്ലായ്മ. അടുത്ത മിസ്റ്റേക്ക് ആണ് പേഷ്യൻസ് ഇല്ലായ്മ.
നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പലരും അത് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട്. ശരിക്കും നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആദ്യം തന്നെ ഔട്ട്പുട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ശരിക്കും ഇതൊരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നമ്മൾ റോബോട്ടിക്സ് പോലെയുള്ള ഒരു ഏരിയയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഔട്ട്പുട്ടിലേക്ക് കിട്ടണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, ആ മിസ്റ്റേക്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഡീബഗ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ റിപ്പീറ്റഡ് ടെസ്റ്റിംഗ്, ലേണിംഗ് ആൻഡ് ഇംപ്രൂവിങ്ങിലൂടെ മാത്രമാണ് ഒരു റിയൽ ലേണിംഗ് സംഭവിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് റോബോട്ടിക്സ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള മിസ്റ്റേക്സ് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് കൂടെ ഒരു മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലതായിരിക്കും അല്ലേ? നമ്മൾ CC റോബോട്ടിക്സിൽ വെക്കേഷൻ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. Download now. CC Learning App.